അടുത്ത് നമുക്ക് എക്സ്റ്റേണൽ നട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. എക്സ്റ്റേണൽ നട്ടിൻ്റെയും എക്സ്റ്റേണൽ ബോൾട്ടിൻ്റെയും ഡയമെൻഷൻസൊക്കെ ഏകദേശമൊക്കെ സെയിം ആണ്. മാറ്റങ്ങൾ വരുന്നത് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ദെൻ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വരിക M24 എന്നായിരിക്കും. അപ്പോൾ M24 വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, D24 ആക്കിയിട്ട് എടുത്തു. അത് മെട്രിക് ത്രെഡ് ഡയമീറ്റർ 24 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു എടുത്തു. ദെൻ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എന്ന് പറഞ്ഞാൽ 2D ആണ്. ഇവിടെ മുതൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ D ആണ്. ആ ഡിയിൽ നിന്ന് എന്ത് ചെയ്തു, മുകളിലേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഹൈറ്റ് എന്ന് പറയുന്നത് 1D ആണ്. ഇനി എന്ത് ചെയ്യുക, അടുത്തത് അവിടെ ലൈറ്റായിട്ട് ലൈൻ വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. റഫായിട്ട് വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, പ്രോ സർക്കിൾ ഉപയോഗിച്ചിട്ട് ആർക്ക് വരച്ചാൽ മതി. എന്നിട്ട് മുകളിൽ ജോയിൻ ചെയ്ത് തരിക. ദെൻ അതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുക. നമുക്കറിയാം 1D, 24 ആണെങ്കിൽ 24 തന്നെ ഹൈറ്റ് മാർക്ക് ചെയ്യുക. അതായത് നട്ടിനെല്ലാം ഹെഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് D തന്നെയായിരിക്കും. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2D. 2D ആണ് ടോട്ടൽ ലെങ്ത്ത്. ദെൻ ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാം. അതായത് നട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെയുള്ള അകലം എന്ന് പറഞ്ഞത് 2D ആണ്. ഇനി കുറച്ച് ഇറങ്ങിയിട്ട് ഒരു ലൈൻ വെറുതെ മാർക്ക് ചെയ്തിടുക. എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. ഇനി ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എന്ന് പറയുന്നത് 2D ആണ്. 1.73 2D ആണ്. അപ്പോൾ 1.73 2D മാർക്ക് ചെയ്യുക. മാർക്കിയതിനു ശേഷം ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 1.73 2D പകുതി അങ്ങോട്ട് പകുതി ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ D മാർക്ക് ചെയ്യുക, ഇവിടെയും D മാർക്ക് ചെയ്യുക. ദെൻ ഈ ലൈനുകൾ ജോയിൻ ചെയ്തിടുക. ഓക്കെ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 1.732D ആണ്. 1.732D മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം നട്ടിൻ്റെ ഉള്ളിൽ 2 സർക്കിൾ വരും. ഒന്ന് മൈനർ ഡയമീറ്ററും മേജർ ഡയമീറ്ററും വരും ത്രെഡിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യാം, മുകളിൽ ഈ ഉള്ളിൽ ഡോട്ടർ കാണിക്കുന്നത് എന്താ, മൈനർ ഡയമീറ്ററും പുറത്ത് വന്നിരിക്കുന്ന 2 ലൈൻ ഏതാണ്, മേജർ ഡയമീറ്ററും. അത് ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡോട്ടർ ഇട്ടാണ്. അതെന്ത് ചെയ്യുക, അത് ഡാർക്കാക്കിയിട്ട് വരയ്ക്കണം. ലാസ്റ്റ് നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കാം. ഇതെല്ലാം കോമ്പസ് കൊണ്ട് വേണം നമ്മൾ സർക്കിളൊക്കെ വരയ്ക്കാൻ. ഇതിപ്പോൾ ഞാൻ കോമ്പസ് യൂസ് ചെയ്തിട്ടില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ച് പോകുന്നു മാത്രം. ഓക്കെ, ദെൻ ഔട്ടർ എത്രയായിരിക്കും നമുക്കറിയാം. ഇന്നർ സർക്കിൾ 0.8D ഔട്ടർ സർക്കിൾ എത്രയാണ്, D ആയിരിക്കും. അതൊരിക്കലും മാറുന്നതല്ല. ഇന്നർ സർക്കിൾ 0.8 ഔട്ടർ സർക്കിൾ എന്താ, D ആയിരിക്കും. അതൊരിക്കലും തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. ഇന്നർ എപ്പോഴും 0.8D ആയിരിക്കും. ഔട്ടർ D ആയിരിക്കും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിൽ വരയ്ക്കാം. ജസ്റ്റ് ഇവിടുന്ന് തന്നെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരച്ച് തീർക്കാം. സൈഡ് വ്യൂ നമുക്കറിയാം, ജസ്റ്റ് സെൻട്രൽ ലൈൻ വരയ്ക്കുക. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 1.73 2D പകുതി ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ സൈഡ് വ്യൂവിൻ്റെ ഡിസ്റ്റൻസ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. ആർക്ക് വരയ്ക്കുമ്പോൾ 2 താഴേക്കാക്കിയിട്ട് ആർക്ക് വരച്ചിട്ടാൽ മതി. ദെൻ താഴെ ഡാർക്കൺ ചെയ്യുക. നമുക്കറിയാം എത്രയാണ് ഡിസ്റ്റൻസ്, 1.732D ആണ് ഇതിൻ്റെ നട്ടിൻ്റെ സൈഡ് വ്യൂ. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് അറിയാം നമുക്ക്. നട്ടിനെ സ്ക്വയർ നട്ടായാലും എക്സൽ നട്ടായാലും ഹൈറ്റ് D തന്നെയായിരിക്കും. ഇനി ഉള്ളിൽ നമുക്കറിയാം, ഉള്ളിൽ ത്രെഡ് പാസ് ചെയ്യുന്നതുകൊണ്ട് അത് കാണാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിഡൻ ലൈൻ, അതായത് ഡോട്ടഡ് ലൈൻ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും.